ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡാറ്റ ഫ്രെയിം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ജൂപിറ്റർ നോട്ട്ബുക്കാണ്. നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് പാണ്ടാസ് ഇൻസ്റ്റാൾ ചെയ്യലും ഇമ്പോർട്ട് ചെയ്യലുമാണ്. ഇപ്പം ഇൻസ്റ്റാൾ പാണ്ടാസ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തതിന് ശേഷം ഞാൻ റൺ ചെയ്യുന്നു. പാണ്ടാസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് പാണ്ടാസ് ആസ് പി ഡി എന്ന് പറയുന്ന കമാൻഡ് കൊടുത്ത് റൺ ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നു, നമുക്ക് ഈ ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിസ്റ്റിൽ നിന്നോ ഡിക്ഷണറിയിൽ നിന്നോ നമുക്ക് ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ ലിസ്റ്റ് ആണ് എടുക്കുന്നത്. ഒരു ലിസ്റ്റിലെ ഒരു കോളം, ആ ഒരു കോളം ആണ് ഞാനിവിടെ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു ലിസ്റ്റിന്റെ ഒരു കോളം, ആ ഒരു കോളത്തിൽ 10, 20, 30, 40, 50 എന്ന് പറയുന്ന വാല്യൂസ് ആണുള്ളത്. അപ്പൊ ആ ഒരു വാല്യൂസ് അടങ്ങിയിട്ടുള്ളൊരു ഡാറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഞാൻ pd.dataFrame എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്തിട്ട് ആ ഒരു ഫംഗ്ഷനിലേക്ക് ഞാൻ പാസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് പാസ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ df എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വേരിയബിളിലേക്കാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്തതിന് ശേഷം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ലിസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡാറ്റ ഫ്രെയിം നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂസ് മാത്രമല്ല, തൊട്ടിപ്പുറത്ത് നമുക്ക് വേറെയും കുറെ വാല്യൂസ് കാണാനായിട്ട് പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഇൻഡെക്സ് മെൻഷൻ ആയിക്കോളും. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇവിടെ നമ്മൾ ലിസ്റ്റിലെ ഒരു കോളം ആണ് കൺസിഡർ ചെയ്തല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ ആ ഒരു ലിസ്റ്റിലത്തെ 2 കോളംസിനെ കൺസിഡർ ചെയ്യണം. 10, 20, 30, 40 എന്ന് പറയുന്നൊരു കോളം. അടുത്തൊരു കോളം എന്ന് പറയുന്നത് 50, 60, 70, 80 എന്ന് പറയുന്നൊരു കോളം. ഇവിടെ നമ്മൾ ഈ ഒരു ആ ഒരു ഡാറ്റ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഈ ഡാറ്റ മാത്രമല്ല മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ കോളംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കോളത്തിന് വേണ്ട വാല്യൂസ് മെൻഷൻ ചെയ്യും. റോസ് എന്ന് പറഞ്ഞിട്ട്, ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു റോ 1, റോ 2 ആ ഒരു റോയെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ മെൻഷൻ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു റോ എന്ന് പറഞ്ഞിട്ട് റോസ് എന്ന് മെൻഷൻ ചെയ്യാം. എന്നിട്ട് റോ 1, റോ 2 അല്ലെങ്കിൽ 1, 2 എന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ വേരിയബിൾ ഏത് കൊടുക്കണം എന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ ഇൻഡെക്സ് എന്നാണ് വേരിയബിൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു ഇൻഡെക്സിൽ ഞാൻ ഈ ഒരു റോ 1, റോ 2 ഈ ഒരു വാല്യൂ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ റോ 1, റോ 2 എന്നുള്ളൊരു ഇത് കൊടുത്തു. അടുത്തത് എനിക്ക് കോളംസിന് നെയിം വേണം. അപ്പൊ VABZ ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന നെയിം. അപ്പൊ ഞാൻ ഈ ഒരു നെയിമിന് ഞാൻ എന്ത് ചെയ്യാണ്? എവിടെ ഞാൻ സ്റ്റോർ ചെയ്യാണ്. കോളംസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യാണ്. അതിനുശേഷം ഞാനൊരു പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു വേരിയബിളിലേക്ക് pd.dataFrame എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്? മെൻഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഡാറ്റ ഫ്രെയിമിലേക്കാണ് നമുക്ക് എന്ത് കൺവേർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഡാറ്റ ഫ്രെയിം ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ ആണ് pd.dataFrame എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ മെൻഷൻ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു ഡാറ്റേനെ പാസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡാറ്റേനെ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുകളിൽ കണ്ട പോലെ നമുക്ക് ആ ഒരു ഡാറ്റ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. പ്രിന്റ് ചെയ്തിട്ട് വരുള്ളൂ. നമുക്ക് വേറെ എന്ത് വരില്ല? ഈ പറഞ്ഞ ഇൻഡെക്സും കോളംസും ഒന്നും വരില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഡാറ്റനെ മാത്രം പാസ് ചെയ്താൽ പോരാ. ഈ ഇൻഡെക്സും പാസ് ചെയ്യണം, ഈ കോളംസും പാസ് ചെയ്യണം. ഇപ്പൊ ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് നമ്മൾ കൊടുക്കുന്നു. കോളംസ് ഈക്വൽ ടു കോളംസ് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ ഡാറ്റ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു വേരിയബിളിനെ കോൾ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോ 1, റോ 2 എന്ന് കാണാം. ഇവിടെ നമുക്ക് കോളംസിന്റെ നെയിം ഉണ്ട്, VABZ. ഇവിടെ നമുക്ക് കോളംസിൽ
വാല്യൂസുകളെ കാണാനായിട്ട് പറ്റും. അടുത്തായിട്ട് ഈ ഒരു ലിസ്റ്റിലെ കേസ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഡാറ്റ നമുക്ക് നെയിമുകളും അതേപോലെ തന്നെ പ്ലേസുകള്, നെയിമുകള്, ഏജ് ഇതൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഈ ഒരു ലിസ്റ്റിന്റെ ഉള്ളില് നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? നെയിമും, ഏജും, പ്ലേസുകളുമാണ്, സിറ്റീസുകളാണ്. ഇപ്പോ നെയിം ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏജ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡാറ്റയില് നമുക്ക് ഈ പേരും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അല്ലേ? അതെന്തൊക്കെ ഐറ്റംസുകളാന്ന് എന്ത് ചെയ്തിട്ടില്ല. ഇങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മളൊരു കോളം ആക്കി നമ്മള് ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്യണം. കോളം നെയിംസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോളംസ് ഈക്വൽ ടു എന്നുള്ളൊരു വേരിയബിൾ ഇഷ്ടമുള്ള ഒരു വേരിയബിൾ നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കോളംസിന്റെ പേരാണ് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് കോളംസ് ഉള്ളൊരു വേരിയബിൾ മെൻഷൻ ചെയ്തിട്ട് ഈ ഒരു വേരിയബിളിൽ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ട ആ ഒരു വാല്യൂസിനെ ഞാൻ സ്റ്റോർ ചെയ്യണം. നെയിം, ഏജ്, സിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇപ്പൊ നമുക്കിങ്ങനെ ഈ ഒരു കോളം നെയിം സ്പെസിഫൈ ചെയ്യേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടം വരെയുള്ള ഈ ഒരു ലിസ്റ്റിലത്തെ ഡാറ്റയാണല്ലോ. ഈ ഒരു ഡാറ്റ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ട് ഈ ഒരു pd.data frame എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഡാറ്റേനെ ഇതിലേക്ക് പാസ് ചെയ്തിട്ട് നമ്മൾ ഇതിനൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് കോൾ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നമ്മൾ ഈ ഒരു കോളം നെയിം നമുക്ക് സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഡാറ്റേനെ നമ്മൾ മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കോളംസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ മെൻഷൻ ചെയ്ത് ആ ഒരു വേരിയബിളിലേക്ക് നമുക്ക് വേണ്ട നെയിം വാല്യൂസ് അതായത് നെയിംസ് ഏതൊക്കെയാണോ അത് നമ്മളിവിടെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യുന്നു. ആ മെൻഷൻ ചെയ്തതിന് ശേഷം അതിലേക്ക് pd.data frame നമുക്ക് ഇതിനെയാണ് ഈ ഒരു ലിസ്റ്റിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡാറ്റ ഫ്രെയിം എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മൾ മെൻഷൻ ചെയ്യുന്നു. ആ ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് ഈ ഒരു ഡാറ്റ മാത്രം പാസ് ചെയ്താൽ പോരാ. നമുക്ക് ഈ ഒരു കോളും പാസ് ചെയ്യണം. അപ്പോൾ കോളംസ് ഈക്വൽ ടു കോളംസ് നമ്മൾ പാസ് ചെയ്യണം. പാസ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഈ ഒരു വേരിയബിൾ നമ്മൾ പ്രിന്റ് ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഡാറ്റ ഫ്രെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടി അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു കോളം നെയിം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു നെയിം, ഏജ്, സിറ്റി അങ്ങനെ വന്നത്. അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു നെയിം, ഏജ് ഉണ്ടാവില്ല. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം അതേപോലെ ഇതായിട്ട് വന്നേനെ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയത് ലിസ്റ്റിന്റെ കേസായിരുന്നു. നമുക്ക് ഡിക്ഷണറി കേസിലേക്ക് നമുക്ക് പോയി നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഡാറ്റ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഡാറ്റ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നു. അപ്പൊ ഡിക്ഷണറിയിലാണ് നമ്മുടെ ഡാറ്റ ഉള്ളത് അല്ലേ? അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇത് കീ ആണ്. അപ്പൊ നെയിം എന്നാണ് നമ്മുടെ ഫസ്റ്റ് കീ. ഈ ഒരു കീയുടെ വാല്യൂ എന്ന് പറയുന്നത് ആലിസ് ആണ്. ഓക്കെ. അടുത്തത് എന്ന് പറയുന്നത് ഏജ് ആണ് കീ. ഈ ഒരു കീയുടെ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. അടുത്ത കീ എന്ന് പറയുന്നത് സിറ്റി ആണ്. ഈ ഒരു വാല്യൂന്റെ ഈ ഒരു കീയുടെ വാല്യൂ എന്ന് പറയുന്നത് പാരീസ് ആണ്. അപ്പൊ നമ്മളൊരു ഡിക്ഷണറി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിക്ഷണറിനെ നമുക്ക് ഡാറ്റ ഫ്രെയിമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യണം അല്ലേ? അതായത് ഈ ഒരു ഡിക്ഷണറിയിലുള്ള ഈ ഒരു ഡാറ്റ ഈ ഒരു ഡാറ്റേനെ എന്ത് ചെയ്യണം? നമുക്ക് ഡാറ്റ ഫ്രെയിമിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ഡാറ്റ ഫ്രെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു വേരിയബിൾ മെൻഷൻ ചെയ്യുന്നു. df എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഞാൻ pd.data frame എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡാറ്റനെ ഞാൻ പാസ് ചെയ്യണം. ഈ ഒരു ഡിക്ഷണറിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു ഡിക്ഷണറി അതിലുള്ള ഈ ഒരു ഡാറ്റനെ ഞാൻ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. പാസ് ചെയ്തതിന് ശേഷം ഇതിനെ ഞാൻ പ്രിന്റ് ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് കിട്ടി അല്ലേ? ഇവിടെ നെയിം എന്ന് പറഞ്ഞിട്ട് നെയിം, ഏജ്, സിറ്റി, ആലിസ്, 30, പാരീസ് അപ്പൊ എല്ലാം നമുക്ക് എന്താ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഡിക്ഷണറിയിൽ നിന്ന് ഒരു ഡാറ്റ ഫ്രെയിം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇവിടെ നമ്മള് ഈ ഒരു കീയില് ഒരു വാല്യൂ മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ ഒരു വാല്യൂ അല്ലാതെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് മെൻഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നെയിം എന്ന് പറയുന്നൊരു കീ ഞാൻ മെൻഷൻ ചെയ്യുന്നു. ഈ ഒരു കീയിലേക്ക് ഞാൻ അനഘ, ആർദ്ര, അംജു, അഭി, ആഷി തുടങ്ങിയിട്ടുള്ള വാല്യൂസുകളെ ഞാൻ എന്ത് ചെയ്യാണ് മെൻഷൻ ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഏജ് എന്ന് പറഞ്ഞൊരു കീ കൊടുക്കുന്നു. ഈ ഒരു കീയിൽ ഞാൻ ഏതൊക്കെ വാല്യൂസ് ആണ് മെൻഷൻ ചെയ്യുന്നത് 23, 22, 15, 24, 11. അടുത്തത് ഞാൻ സിറ്റി എന്ന് പറയുന്ന ഒരു കീ മെൻഷൻ ചെയ്യുന്നു. ഈ ഒരു കീയിലേക്ക് ഞാൻ വാല്യൂസിനെ എന്ത് ചെയ്യാണ് മെൻഷൻ ചെയ്യാണല്ലേ. അപ്പൊ ഈ ഒരു കീയിലേക്ക് ഞാൻ കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് പാരീസ്, ജർമ്മനി, കണ്ണൂർ, ഡൽഹി, ബാംഗ്ലൂർ. അപ്പോൾ നമ്മുടെ ഡാറ്റ ഇതാണ്. അപ്പൊ ഞാൻ നോർമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വേരിയബിൾ മെൻഷൻ ചെയ്യുന്നു. ഞാൻ DF എന്ന് പറഞ്ഞൊരു വേരിയബിൾ മെൻഷൻ ചെയ്തു. ഈ ഒരു വേരിയബിളിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് സ്റ്റോർ ചെയ്യണം. pd.data frame എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഡാറ്റനെ ഞാൻ എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ ഇവിടെ നോക്കിയത് നമ്മൾ ജസ്റ്റ് ഡാറ്റ മാത്രമാണ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. നമുക്കിപ്പോൾ ഇതിന്റെ ഇൻഡെക്സ് നമുക്ക് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഇൻഡെക്സ് ഇതിൽ ഓട്ടോമാറ്റിക്കലി ഇൻഡെക്സ് കൗണ്ട് ചെയ്യും നമുക്കറിയാം. അല്ലാതെ നമുക്ക് ഇൻഡെക്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലെ. നമുക്ക് ഏത് ഇൻഡെക്സ് ആണോ വേണ്ടത് നമുക്ക് ആ രീതിയിൽ ഇൻഡെക്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലെ, മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാനിവിടെ ഇൻഡെക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് 1, 2, 3, 4, 5 ഉള്ളൊരു ഇൻഡെക്സ് നമ്പർ ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ആ ഒരു നമ്പേഴ്സ് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. അപ്പൊ അതിനുശേഷം ഞാൻ ഈ ഒരു വേരിയബിളിനെ കോൾ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് കിട്ടി. അപ്പൊ ഞാനിവിടെ ഒരു 1, 2, 3, 4 ഈ ഒരു ഇൻഡെക്സ് ഞാൻ കൊടുത്തില്ല എന്ന് വിചാരിക്കുക. കൊടുത്തില്ലെങ്കിൽ എനിക്കിപ്പോ ഇവിടെയുള്ള ഇൻഡെക്സ് ഉണ്ടല്ലോ, ഇതിപ്പോ ഞാനായിട്ട് എനിക്ക് വേണ്ട ഇൻഡെക്സ് നമ്പേഴ്സ് എന്താണോ ആ നമ്പറാണ് ഈ ഒരു നമ്പർ. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഇൻഡെക്സ് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടോ, ഇവര് കൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഇൻഡെക്സ് നമ്പർ എനിക്കിവിടെ കൗണ്ട് ചെയ്ത് കിട്ടും. 0, 1, 2, 3, 4 എന്നുള്ള രീതിയിൽ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഈ ഒരു ഡാറ്റ ഫ്രെയിമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസുകളാണ്. ഇവിടെ നമ്മൾ ഡിക്ഷണറി എന്നൊരു ഡാറ്റ ഫ്രെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡാറ്റ ഫ്രെയിമിന്റെ എനിക്ക് ഫസ്റ്റത്തെ 3 റോസിന്റെ ഡീറ്റെയിൽസ് മാത്രം എനിക്ക് പ്രിന്റ് ചെയ്താൽ മതി എന്ന് വിചാരിക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഹെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അപ്പൊ വേരിയബിൾ ഡോട്ട് ഹെഡ്, അപ്പൊ എന്റെ വേരിയബിൾ എന്ന് പറയുന്നത് DF ആയതുകൊണ്ട് DF ഡോട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്ര റോസിന്റെ ആണോ വേണ്ടത് ആ ഒരു റോഡ് ഇത് മെൻഷൻ ചെയ്യാം. എനിക്ക് ആദ്യത്തെ ഒരു 3 റോസിന്റെ മതി. അപ്പൊ അതുകൊണ്ട് 3 എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ 3 റോസിന്റെ ഡീറ്റെയിൽസ് എനിക്കിവിടെ കിട്ടും. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെയിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഡാറ്റ ഫ്രെയിമിന്റെ ലാസ്റ്റത്തെ നമുക്ക് എത്ര റോസ് ആണോ വേണ്ടത് അപ്പൊ ആ ഒരു റോസിന്റെ നമ്പർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് മാത്രം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇതില് റിയ, റിൻഷ അപ്പൊ ഈ രണ്ടുപേരുടെ മതി. അപ്പൊ അതുകൊണ്ട് ഇത് ലാസ്റ്റിന്ന് 2 കൗണ്ട് ചെയ്യുമ്പോൾ 2 ആയതുകൊണ്ട് ഞാൻ 2 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഡീറ്റെയിൽസ് എന്താണ് എനിക്കിവിടെ കിട്ടുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ റോസിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ലാസ്റ്റത്തെ റോസിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെയിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തൊരു ഫംഗ്ഷൻ ആണ് ഇൻഫോ എന്ന് പറയുന്ന ഫംഗ്ഷൻ. വേരിയബിൾ ഡോട്ട് ഇൻഫോ എന്ന് മെൻഷൻ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഡാറ്റ ഫ്രെയിമിന്റെ ഡാറ്റ ടൈപ്പ്, പിന്നെ കോളംസിന്റെ ഇതായിട്ടുള്ള ഡീറ്റെയിൽസുകൾ, നോൺ നള്ള്, അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഡാറ്റ ഫ്രെയിമിനെ കുറിച്ചിട്ടുള്ളത് നമുക്കിവിടെ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഓക്കെ. ഈ ഒരു ഡാറ്റ ഫ്രെയിമിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തൊരു ഫംഗ്ഷൻ ആണ് ഐലോക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഇൻഡെക്സ് നമ്പറിന്റെ ബേസിസിൽ റോസിനെയോ കോളംസിനെയോ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഡാറ്റ ഫ്രെയിമിന്റെ
റോസിനെയോ കോളംസിനെയോ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഇൻഡെക്സ് നമ്പറിന്റെ ബേസിസിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എനിക്ക് റോ 1ന്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ റോ 1നെയാണ് എനിക്ക് ആക്സസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വേരിയബിൾ ഡോട്ട് ഐലോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്തിട്ട് ആ ഒരു ഇൻഡെക്സ് നമ്പർ മെൻഷൻ ചെയ്യുക. എനിക്ക് 1 എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ ഈ ഒരു 1 ഇവിടെ ആരാണ്? ആർദ്രയാണ് അല്ലെ? ഈ ആർദ്ര എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസുകൾ എനിക്ക് എന്ത് ചെയ്യും? ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഓക്കെ. അപ്പൊ ലോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോസിനെയോ അല്ലെങ്കിൽ കോളംസിനെയോ ഇൻഡെക്സിന്റെ ലേബൽ ബേസിൽ, അതായത് ഇൻഡെക്സിന്റെ നെയിം, നമ്പർ അല്ല, നെയിം ബേസിൽ, ഇൻഡെക്സ് നെയിം അല്ലെങ്കിൽ ഇൻഡെക്സ് ലേബൽ ബേസിസിൽ ആക്സസ് ചെയ്യാൻ ആക്സസ് ചെയ്യുന്നതിനുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ ഒരു ലോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ. അപ്പൊ 2 എന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു വേരിയബിൾ ഡോട്ട് ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻ മെൻഷൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ 2 എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പൊ 2 എന്ന് കൊടുക്കുന്ന സമയത്ത് അംജു എന്ന് പറയുന്ന സെക്കൻഡ് ആ ഒരു ഇതുള്ള അംജു ആ ഒരു ലേബൽ ഉള്ള അംജു എന്ന് പറയുന്ന ഒരാളുടെ ഡീറ്റെയിൽസ് എനിക്ക് എന്ത് ചെയ്യും? ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇവിടെ എനിക്ക് കാണാനായിട്ട് പറ്റും. അടുത്തൊരു മെത്തേഡാണ് ഈ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. വേരിയബിൾ ഡോട്ട് ഡ്രോപ്പ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കോളത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. കോളത്തിനെ മാത്രമല്ല, നമുക്ക് ആ ഒരു റോസിനെയും എന്ത് ചെയ്യാൻ പറ്റും? ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വേരിയബിൾ മെൻഷൻ ചെയ്തതിന് ശേഷം df ഡോട്ട് ഡ്രോപ്പ്, അതായത് വേരിയബിൾ ഡോട്ട് ഡ്രോപ്പ് എന്ന് മെൻഷൻ ചെയ്തിട്ട് ഈ ഒരു നമുക്ക് ഇതിലെ ഏത് കോളമാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് നോക്കാം. എനിക്കിപ്പോൾ സിറ്റി എന്ന് പറയുന്ന ഒരു കോളമാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സിറ്റി എന്ന് മെൻഷൻ ചെയ്ത് ആക്സിസ് 1 എന്ന് കൊടുത്തതിന് ശേഷം ഇതിനെ പ്രിന്റ് ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സിറ്റി എന്ന് പറയുന്ന ഒരു കോളം എനിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി നെയിം, ഏജ് തുടങ്ങിയിട്ടുള്ള ആ ഒരു 2 കോളം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ചെയ്തിട്ട് വരും. അടുത്തൊരു മെത്തേഡാണ് ഫിൽന എന്ന് പറയുന്ന മെത്തേഡ്. ഈ മിസ്സിംഗ് വാല്യൂസിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് ഈ ഒരു ഫിൽന എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫിൽന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു മിസ്സിംഗ് വാല്യൂവിന്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ 0 എന്ന എന്ത് ചെയ്യും? അവിടെ ഫിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫില്ല എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിസ്സിംഗ് വാല്യൂ np.nan അല്ലെങ്കിൽ nan എന്നാണ് മെൻഷൻ ചെയ്യുക. ഇതിപ്പോ ഒരു ഡാറ്റയാണ്. ഈ ഒരു ഡാറ്റയിൽ നമുക്ക് 2 മിസ്സിംഗ് വാല്യൂസ് ആണ് ഉള്ളത്. ഇവിടെ വാല്യൂസ് ആയിട്ട് 1ഉം 3ഉം 5ഉം ഉണ്ട്. പിന്നെ 2 മിസ്സിംഗ് വാല്യൂസും ഉണ്ട്. np.nan അല്ലെങ്കിൽ nan എന്ന് മെൻഷൻ ചെയ്യുന്ന വാല്യൂസും മിസ്സിംഗ് വാല്യൂസ് ആണ്. ഈ മിസ്സിംഗ് വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അപ്പൊ ആ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒരു ഫില്ല എന്ന് പറയുന്ന മെത്തേഡ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മിസ്സിംഗ് വാല്യൂസ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് 0 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മിസ്സിംഗ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? ആ ഒരു മിസ്സിംഗ് വാല്യൂവിന് ഒരു 0 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു 0 എന്നുള്ള വാല്യൂ അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ഈ ഒരു 1 എന്ന് പറയുന്ന വാല്യൂ, അതായത് ഈ ഒരു മിസ്സിംഗ് വാല്യൂവിന് മുൻവശത്തുള്ള വാല്യൂ ആണ് എനിക്ക് പ്രിന്റ് ചെയ്തിട്ട് വേണ്ടതെന്ന് വിചാരിക്കുക. എനിക്ക് ഫില്ലായിട്ട് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ ഒരു ഫോർവേഡ് ഫിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് എഫിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു മിസ്സിംഗ് വാല്യൂവിന്റെ മുൻവശത്തുള്ള വാല്യൂ 1 ആണ്. ഈ 1 ആണ് എനിക്ക് വേണ്ടതെങ്കിൽ എനിക്ക് ഈ ഒരു എഫിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈ ഒരു മിസ്സിംഗ് വാല്യൂവിന്റെ മുൻവശത്തുള്ള വാല്യൂ 3 ആണ്. ഈ ഒരു 3 എന്ന് പറയുന്ന വാല്യൂ ആണ് എനിക്ക് ഫിൽ ആയിട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു എഫിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു സീരീസിന്റെ ആ ഒരു ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഡാറ്റനെ പാസ് ചെയ്യണം. പാസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി? ഒരു സീരീസ് കിട്ടി. ഈ ഒരു സീരീസ് ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സീരീസിൽ 2 മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. ഈ മിസ്സിംഗ് വാല്യൂസിനെ എനിക്ക് ഫിൽ ചെയ്യണം. ഒരു ഫില്ല എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ 0, 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. പക്ഷെ എനിക്ക് 0 എന്നുള്ള വാല്യൂ അല്ല വേണ്ടത്. ആ ഒരു മിസ്സിംഗ് വാല്യൂവിന്റെ മുൻവശത്തുള്ള വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. ഇവിടെയാണെങ്കിൽ 1 എന്ന് കിട്ടണം. ഇവിടെയാണെങ്കിൽ 3 എന്ന് കിട്ടണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എഫിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. അപ്പൊ ഞാൻ ഒരു ന്യൂ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ ഒരു വേരിയബിൾ ഡോട്ട് ഈ ഒരു എഫിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്തിട്ട്
കോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? മിസ്സിംഗ് വാല്യൂസ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സീരീസ് എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടി. കണ്ടോ? 1 ഈ ഒരു വാല്യൂ. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നൺ ആയിരുന്നു അല്ലേ? അപ്പൊ അതിവിടെ 1 ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, ഫിൽ ആയിട്ടുണ്ട്. പിന്നെ വാല്യൂ 3 ആണ്, 3 ഓക്കെ ആണ്. ഇവിടെ ഒരു മിസ്സിംഗ് വാല്യൂ ഉണ്ടായിരുന്നു, അതിവിടെ 3 ആയിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കിട്ടി. അടുത്ത വാല്യൂ 5 ആണ്, 5 ഇവിടെയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു എഫിൽ, അതായത് ഫോർവേഡ് ഫില്ല് എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഫംഗ്ഷൻ ആണ് ഈ ഒരു ബി ഫിൽ എന്ന് പറയും, ബാക്ക്വേർഡ് ഫില്ലിംഗ്. ഈ ഒരു ബി ഫിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എനിക്ക് മുൻപിലുള്ള ഈ ഒരു മിസ്സിംഗ് വാല്യൂവിന്റെ മുൻപിലുള്ള വാല്യൂ അല്ല എനിക്ക് വേണ്ടത്, അതിന്റെ പുറകിലത്തെ വാല്യൂ ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അതായത് ഈ 3 ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈ ഒരു മിസ്സിംഗ് വാല്യൂവിന്റെ പുറകിലുള്ള വാല്യൂ ആയിട്ടുള്ള 5 ആണ് എനിക്ക് ഇവിടെ ഫിൽ ചെയ്തിട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ന്യൂ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേരിയബിൾ ഡോട്ട് ബി ഫിൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നു. മെൻഷൻ ചെയ്ത് കോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ഈ മിസ്സിംഗ് വാല്യൂസ് പിറകിലുള്ള വാല്യൂ ഫിൽ ചെയ്തിട്ടുള്ള രീതിയിൽ ഒരു സീരീസ് എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടും. 1 3 3 5 5. ഓക്കെ. അപ്പൊ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോർട്ടിംഗ് ആണ്. അപ്പൊ സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമുക്ക് സോർട്ടിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് വാല്യൂസ് ബേസ്ഡ് ആയിട്ട്, 2 ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ട്. അപ്പൊ വാല്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സോർട്ടിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോർട്ട് വാല്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഇനി ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള സോർട്ടിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അപ്പൊ ഞാനിവിടെ ഒരു സീരീസിലാണ് ഇത് ചെയ്യുന്നത്. ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? ആ ഒരു സീരീസിനെ സോർട്ട് ചെയ്യാണ്. ഈ ഒരു സീരീസ് എന്ന് പറയുമ്പോൾ അതിൽ 30 10 20 എന്ന് പറയുന്ന വാല്യൂസ് ആണ് ഉള്ളത്. അപ്പൊ ഞാനിവിടെ ഇൻഡെക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ABC എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ന്യൂ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഈ ഒരു സീരീസിനെ ഞാൻ സോർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോർട്ട് വാല്യൂസിന്റെ ബേസിൽ. അപ്പൊ അതുകൊണ്ട് സോർട്ട് വാല്യൂസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് വാല്യൂസിന്റെ ബേസിസിൽ ഇതിനെ സോർട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടുകയാണ്. കണ്ടോ? 10 20 30. ഓക്കെ. അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻഡെക്സിന്റെ ബേസിസിൽ എങ്ങനെയാണ് ഇതിനെ സോർട്ട് ചെയ്യുന്നതെന്നാണ്. ഈ ഒരു ഡാറ്റേനെ ഇൻഡെക്സിന്റെ ബേസിസിൽ എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇൻഡെക്സിന്റെ ബേസിസിലാണ് അല്ലെ? അപ്പൊ ഈ എ എന്ന് പറയുന്ന ഈ ഒരു 30യുടെ ഇൻഡെക്സ് ഞാൻ എ കൊടുക്കുന്നു. 10ന്റെ ഇൻഡെക്സ് ഞാൻ ബി എന്ന് കൊടുക്കുന്നു. 20യുടെ ഇൻഡെക്സ് ഞാൻ സി എന്ന് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു ഇൻഡെക്സിന്റെ ബേസിസിലാണ് ഇവിടെ സോർട്ടിങ് നടക്കുക, ഈ ഒരു ഡാറ്റ. അപ്പൊ സോർട്ടിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ എന്ത് കിട്ടും? ഈ ഒരു ഒരു ന്യൂ വേരിയബിൾ മെൻഷൻ ചെയ്തിട്ട് ഈ വേരിയബിൾ ഡോട്ട് സോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മെൻഷൻ ചെയ്യുന്നു. മെൻഷൻ ചെയ്തതിന് ശേഷം ഈ ഒരു വേരിയബിളിനെ കോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ഇൻഡെക്സ് ബേസിസിൽ എനിക്ക് ഈ ഒരു ഡാറ്റനെ സോർട്ട് ചെയ്തിട്ട് കിട്ടും. അപ്പൊ ഇവിടെ ABC, അതാണ് ഇൻഡെക്സിന്റെ ഓർഡർ അല്ലേ? അപ്പോൾ ആ ഒരു ഓർഡറിൽ എനിക്ക് ഇവിടെ എ എന്ന് പറയുന്നത് എന്താ? 30 ആണ്, 30 കിട്ടുന്നു. ബി എന്ന് പറയുന്നത് ഏത് വാല്യൂവിന്റെ ഇൻഡെക്സാ? 10 ആണ്, സോ 10 എന്ന് കിട്ടുന്നു. സി എന്ന് പറയുന്നത് ഏത് വാല്യൂവിന്റെ ഇൻഡെക്സാ? 20 ആണ്, 20 എന്ന് കിട്ടുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സോർട്ടിങ്ങിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാം, ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഈ ഒരു സീരീസിൽ വാല്യൂസ് ബേസ്ഡ് ആയിട്ടാണ് ഞാൻ സോർട്ടിങ് ചെയ്യുന്നത്. അപ്പൊ അതെനിക്ക് അസെൻഡിങ് ഓർഡറിൽ ആണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു കമാൻഡ് കൊടുക്കും. അസെൻഡിങ് ഈക്വൽ ടു ട്രൂ എന്ന് കമാൻഡ് കൊടുക്കണം. ഇവിടെ ഞാൻ ഫോൾസ് ആണ് കൊടുത്തേക്കുന്നത്. ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ട്രൂ എന്ന് കൊടുക്കാം. അപ്പൊ ട്രൂ എന്ന് കൊടുത്ത് റൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ? നമുക്ക് അസെൻഡിങ് ഓർഡറിൽ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു വാല്യൂനെ സോർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടി. ഓക്കെ. അപ്പൊ എനിക്കിപ്പോ നെക്സ്റ്റ് ഈ ഒരു വാല്യൂവിനെ എനിക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ് എനിക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു അസെൻഡിങ് ഓർഡർ ഫോൾസ് കൊടുത്താൽ മതി. ഫോൾസ് കൊടുത്ത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? കണ്ടോ? ഈ ഒരു അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലേക്ക് എനിക്ക് കൺവേർട്ട് ആയിട്ട് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. അപ്പൊ വാല്യൂസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് സോർട്ട് വാല്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇൻഡെക്സ് ബേസ്ഡ് നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഈ ഒരു സോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മീൻ, മീഡിയൻ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സം തുടങ്ങിയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ്.
അപ്പോൾ ഈ ഒരു വേരിയബിൾ ഡോട്ട് സം ആണെങ്കിൽ സം എന്ന് കൊടുക്കുക. വേരിയബിൾ ഡോട്ട് മീൻ ആണെങ്കിൽ മീൻ എന്ന് കൊടുക്കുക. വേരിയബിൾ ഡോട്ട് മീഡിയൻ ആണെങ്കിൽ മീഡിയൻ എന്ന് കൊടുക്കുക. അപ്പോൾ അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ഫംഗ്ഷൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡാറ്റ ഫ്രെയിം ആയിക്കോട്ടെ, സീരീസ് ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു ഡാറ്റ ഫ്രെയിമിന്റെ അല്ലെങ്കിൽ ആ ഒരു സീരീസിന്റെ എന്ത് കിട്ടും? സമ്മും മീനും മീഡിയനും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഡാറ്റ ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ഡാറ്റ ഫ്രെയിമിൽ മാത്രമല്ല സീരീസിലും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. നമ്മൾ സീരീസിൽ ഇവിടെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഡാറ്റ ഫ്രെയിമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫംഗ്ഷൻസുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഡാറ്റ ഫ്രെയിമിലാണ് ഞാൻ ഇവിടെ ഒരു ഈ ഒരു ഡാറ്റ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡാറ്റ ഫ്രെയിമിൽ നമ്മൾ എനിക്ക് സമ്മ് കാണണം. ഈ ഒരു ഡാറ്റ ഫ്രെയിമിന്റെ സം എനിക്ക് കാണണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വേരിയബിൾ ഡോട്ട് സം എന്ന് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. എനിക്ക് ഇനിയിപ്പോൾ അതിന്റെ മീൻ ആണ് വേണ്ടതെച്ചാൽ വേരിയബിൾ ഡോട്ട് മീൻ എന്ന് മെൻഷൻ ചെയ്തിട്ട് റൺ ചെയ്താൽ മതി. എനിക്ക് മീഡിയൻ ആണ് വേണ്ടതെച്ചാൽ വേരിയബിൾ ഡോട്ട് മീഡിയൻ എന്ന് മെൻഷൻ ചെയ്ത് റൺ ചെയ്താൽ മതി. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മാക്സും മീനൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തും ഈ ഒരു സെയിം സംഭവം തന്നെയാണ്. ആ ഒരു ഡാറ്റ ഫ്രെയിമിന്റെ വേരിയബിൾ മെൻഷൻ ചെയ്തിട്ട് ഡോട്ട് വേരിയബിൾ ഡോട്ട് മീൻ അല്ലെങ്കിൽ വേരിയബിൾ ഡോട്ട് മാക്സ്, വേരിയബിൾ ഡോട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന അഡീഷൻ ഫംഗ്ഷനാണ്. പിന്നെ സബ്സ്ട്രാക്ഷൻ ഫംഗ്ഷനും. ഈ ഒരു അഡീഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ ഫ്രെയിമിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റ എടുക്കുമ്പോൾ അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 23, 12, 13, 15 ഒക്കെയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഡാറ്റ ഫ്രെയിം എനിക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡാറ്റയിലെ വാല്യൂസ് ഉണ്ടല്ലോ, ആ വാല്യൂസ് 10 കൂട്ടിയിട്ടുള്ള രീതിയിൽ വേണം എനിക്ക് എന്ത് ചെയ്യാൻ ഡാറ്റ ഫ്രെയിമിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വാല്യൂസ് എനിക്ക് കിട്ടണ്ടേ. അപ്പം എനിക്കിവിടെ 23 എന്നുള്ളത് 33 ആയിരിക്കണം. ഓക്കെ. ഈ ഒരു 12 എന്നുള്ളത് 22 ആയിരിക്കണം. 13 എന്നുള്ളത് 23 ആയിരിക്കണം. 15 എന്ന് പറഞ്ഞ് 25 ആയിരിക്കണം. അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഒരു അഡീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. പ്ലസ്. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വേരിയബിൾ പ്ലസ് 10 എന്ന് മെൻഷൻ ചെയ്താൽ മതി. എനിക്ക് 10 ആണ് കൂട്ടി കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ വാല്യൂസ് എനിക്ക് 10 ആണ് കൂട്ടി കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ 10 കൊടുക്കുക. 8 ആണ് കൂട്ടി കിട്ടേണ്ടതെങ്കിൽ 8 എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അടുത്ത് ഞാൻ നോക്കുന്നത് എനിക്കിവിടെ ഈ ഒരു ഡാറ്റയിൽ ഓരോ വാല്യൂസും 9 എന്ന് പറയുന്ന നമ്പർ കുറച്ചിട്ടുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒരു ഡാറ്റ ഫ്രെയിമാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് വേണ്ടേ എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഒരു സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. മൈനസ്. ഓക്കെ. അപ്പം ഞാൻ വേരിയബിൾ മൈനസ് എനിക്ക് എത്രയാണോ വാല്യൂ കുറച്ച് കിട്ടേണ്ടത് ആ വാല്യൂനെ മെൻഷൻ ചെയ്യുക. 9 എന്ന് മെൻഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസുകളൊക്കെ നമുക്ക് ഡാറ്റ ഫ്രെയിമിൽ മാത്രമല്ല സീരീസിലും ചെയ്യാനായിട്ട് പറ്റും.